ഹായ് ഹലോ കൂട്ടുകാരെ, ഞാനപ്പോൾ ഇന്ന് വന്നത് ഉരുളൻകിഴങ്ങ് പക്കവടയായിട്ടാണ്. ഉരുളൻകിഴങ്ങൊക്കെ നല്ലപോലെ ചെത്തി തൊലിയൊക്കെ കളഞ്ഞ് അതിനത് ചീകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ വെള്ളം ഇല്ലാതെ പിഴിഞ്ഞെടുക്കണം. ഞാനൊന്ന് വെള്ളത്തിലിട്ടൊന്ന് ഇതായി എടുത്തിട്ട് ഞാൻ കഴുകിയിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ പിഴിഞ്ഞെടുത്ത് വെള്ളം കാണാൻ പാടില്ല കേട്ടോ. നമ്മളിപ്പം കഴുകിയെടുത്തില്ല, ആ ഒരു ഈർപ്പാലിൽ കാണും, അത് മതി. അത് നല്ലപോലെ ഞാൻ പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് നല്ലപോലെ എടുത്ത് ഇനി നമുക്ക് അതിലേക്ക് ഞാനൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതിനൊക്കെ 4 വെള്ളത്തിൽ അരിഞ്ഞ് ചേർത്ത് ഇഞ്ചിയും ചേർക്കാം. ഞാൻ ഇഞ്ചി ചേർത്തില്ല. പിന്നെ അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മുളക് പൊടി 2 സ്പൂണ്, കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇടണം. എൻ്റെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. എന്നിട്ട് കരണ്ടി കൊണ്ടൊന്നല്ല, നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൈ കൊണ്ട് മിക്സ് ചെയ്ത് എടുക്കണം നല്ലതല്ലേ. പക്ഷേ ഇപ്പോഴാണ് വീട്ടുകാരെ എനിക്കകത്ത് മനസ്സിലായത്. പ്ലേറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ പ്ലേറ്റ് കഴുകി കൊണ്ട് വെച്ചില്ലേ, ആ പ്ലേറ്റിൽ വെള്ളം നല്ലപോലെ പോയിട്ടില്ലായിരുന്നു. അങ്ങനെ വെള്ളം കൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഉണ്ടാക്കില്ലായിരുന്നു, അതിന് ബേട്ടിയോ ഞാൻ എൻ്റെ അപ്പച്ചട്ടിയാണ് എടുത്തത്. അതിലേക്ക് എണ്ണ ഒഴിച്ച്, ഏതെണ്ണയെങ്കിലും എടുക്കാം. ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതുകൊണ്ട് അത് നമുക്ക് എണ്ണ ചൂടായിട്ട് വെള്ളം കൂടി പോകേണ്ട എണ്ണ കൈ കൊണ്ട് എടുക്കുമ്പോൾ എന്തോ ഒരു പിരിഞ്ഞ് പോകും. ഞാൻ കൊണ്ടൊരു കരണ്ടി വെച്ചാണ് എന്നെ കോരിയിട്ടൊന്ന് കാണിച്ചു കൊടുക്കുന്നത്. കണ്ടോ, വെള്ളം ഒഴിച്ച് തീരുന്നുണ്ട്. സ്തോത്രം, ഭയങ്കര വെള്ളമായിപ്പോയില്ല, എന്നാലും ഇച്ചിരി വെള്ളം ആയി. ഞാനത് നമ്മൾ ആദ്യം ഇട്ടത് റെഡിയായി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതെടുത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പൊക്കെ ഇടുന്നത് കണക്കിന് വേണം. എനിക്ക് ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി, അതുപോലെ തന്നെ കരിഞ്ഞും പോയി. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ, കൂട്ടുകൂടണേ.